ഹായ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായി. എനിക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വന്നൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, ചിലർക്ക് അറിയാത്തതും ഉണ്ടാവും. അപ്പോൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുമല്ലോ, മെന്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. കുറേയൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ വലിയതായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ഒരു സമയം വരെയും ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ പ്രഗ്നന്റ് തന്നെയാണോ, എനിക്ക് എന്തോ ഒന്നും ഇല്ലാത്തത് ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും. ഇങ്ങനെ നിക്കത്തില്ല, മനസ്സിൽ നിക്കത്തില്ല. അതേപോലെ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് സെക്കൻഡ് എടുക്കും. നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്ന് പോകും. അവിടെ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ഒന്ന് ഇതായി വരാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 4 മാസം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പം എനിക്കറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇത്ത ഉണ്ട് കേട്ടോ. എൻ്റെ ഇത്ത ഇത് എന്നെ പോലെയായിരുന്നു ഡെലിവറി എല്ലാം. ഞങ്ങൾ ഒരേ ടൈമിലായിരുന്നു. ഇത്ത തിങ്കളും ഞാൻ ചൊവ്വ അങ്ങനെയായിരുന്നു കേട്ടോ ഡെലിവറി. ഇത്ത ഞാൻ ഒരു സമയത്തായിരുന്നു പ്രഗ്നന്റ് ആയതുമല്ല. അപ്പം ഇത്താക്കിപ്പോൾ 3 മക്കളാ. മൂന്നാമത്തെ ആളായിരുന്നു എൻ്റെത് ആദ്യത്തെ. അപ്പം ഇത്ത ആണെങ്കിൽ ഇത്താടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കാണാൻ വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ട് കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു. 3 പേർക്കും ഡ്രസ്സ് കൊണ്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത വായിൽ ഞാൻ ചോദിക്കുകയാണ്, മൂന്നാമത്തെ ആളാരും? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ സ്വന്തം ഇത്താടുത്ത് ഞാൻ ചോദിക്കുക മൂന്നാമത്തെ ആളായിരുന്നു. ഞാൻ ഉടനെ ചോദിക്കുകയാണ് മൂന്നാമത്തെ ആളാരാന്ന്. അത്രയ്ക്ക് ഞാൻ എൻ്റെ ബ്രെയിനൊക്കെ പോയി, കയ്യിൽ നിന്ന് പോയി. ആ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് പേര് മൂഡ് സ്വിങ്സിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. മറ്റ് ഈ ശാരീരികമായിട്ട് വരുന്ന പല ബുദ്ധിമുട്ടുകളെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ആയി. അപ്പം ഇതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചേക്കണം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.